ധോണി കീപ്പിങ്ങിലുണ്ടെങ്കിൽ അമ്പയർമാരുടെ പകുതി ജോലി എളുപ്പമാകും. ധോണി ഒരു DRS വിളിച്ചാൽ അമ്പയറിന് തന്നെ പേടിയാണ്. അതിന് കാരണം ധോണി അത്രയും അഗ്രഗണ്യനാണ്. ധോണി വിളിച്ച DRSകൾ 99% ഔട്ടായിരിക്കും. അത്രയ്ക്കും കണ്ണിങ്ങിലാണ് ധോണി DRS എടുക്കാറ്. അതുകൊണ്ട് അമ്പയർ മറിച്ച് ചിന്തിക്കാറില്ല. ധോണി അപ്പീൽ ചെയ്താൽ ഉടനെ തന്നെ അമ്പയർ അത് ഔട്ട് കൊടുക്കും. ഇനി ധോണി DRS വിളിച്ച് അമ്പയർമാർ നാണം കെടേണ്ട ആവശ്യമില്ല. ഇപ്പോഴിതാ ഇന്നലത്തെ മാച്ചിൽ സഞ്ജു ഒരു DRS വിളിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ സൂര്യ പോലും ഒന്ന് ഞെട്ടി. സാധാരണ DRS എടുക്കുന്നത് ക്യാപ്റ്റനാണ്. എന്നാൽ സഞ്ജു അത്രയ്ക്കും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് DRS എടുത്തത്. പിന്നീട് തീരുമാനം വന്നപ്പോൾ എല്ലാവരും ഒന്ന് അമ്പരന്നു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലത്തെ മാച്ച് ഇന്ത്യ ഭാഗ്യം കൊണ്ടാണ് ജയിച്ചത്. സഞ്ജു മികച്ചൊരു ബാറ്റ്സ്മാൻ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സഞ്ജു മികച്ചൊരു കീപ്പർ കൂടിയാണ്. അത് ഇന്നലെ തെളിയിച്ചിരിക്കുകയാണ്. ഇന്നലെ സഞ്ജു ഒരു മിന്നൽ സ്റ്റംപിങ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ബാറ്റിംഗിൽ ഇറങ്ങാൻ സാധിച്ചില്ലെങ്കിലും സഞ്ജു കീപ്പിംഗിൽ മികച്ചു നിന്നു. സഞ്ജുവിന്റെ ഇന്നലത്തെ ഒരു DRS ആണ് ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ചർച്ചയാവുന്നത്. എല്ലാവരും ഒരു നിമിഷം ധോണിയെയാണ് ഓർത്തത്. കാരണം ധോണിയാണ് ഇങ്ങനെ കറക്റ്റായിട്ട് വിളിക്കാറ്. ഇന്നലെ സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്യുമ്പോഴാണ് സഞ്ജു ഒരു DRS എടുത്തത്. സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാന്റെ സൈഡിലൂടെയാണ് പന്ത് പോയത്. സഞ്ജു ഉടനെ തന്നെ അത് അപ്പീൽ ചെയ്തു. എന്നാൽ അമ്പയർ അത് ഔട്ട് കൊടുത്തില്ല. പക്ഷേ സഞ്ജു ഉടനെ തന്നെ റിവ്യൂ എടുക്കാൻ ആവശ്യപ്പെട്ടു. സൂര്യക്കാണെങ്കിൽ പിന്നെ സഞ്ജുവിന് വിശ്വാസമാണ്. സഞ്ജു പറഞ്ഞതും സൂര്യ അത് റിവ്യൂവിന് കൊടുത്തു. പിന്നീട് തേർഡ് അമ്പയർ അത് പരിശോധിച്ചു. ബോള് ബാറ്റിന്റെ അടുത്തുകൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്നിക്കോമീറ്ററിൽ ചെറിയൊരു ഗ്രാഫ് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തേർഡ് അമ്പയർ അത് ഔട്ട് കൊടുത്തില്ല. അതിനുശേഷം അത് പാഡിലൂടെ തട്ടുന്നത് കാണാമായിരുന്നു. സഞ്ജു അത്രയും അഗ്രഗണ്യനാണെന്നാണ് ആ DRSലൂടെ മനസ്സിലാവുന്നത്. സാധാരണ ബാറ്റിൽ ടിപ്പ് ചെയ്യുന്ന ശബ്ദം കേട്ട് കീപ്പർമാർ അപ്പീൽ ചെയ്യാറുണ്ട്. പക്ഷേ അത് ബാറ്റിന്റെ 7 അയലത്ത് കൂടി പോലും പോകില്ല. എന്നാൽ സഞ്ജുവിന്റെ DRS വളരെ ക്ലോസ് റേഞ്ചിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തേർഡ് അമ്പയർ അത് ഔട്ട് കൊടുത്തില്ല. സ്നിക്കോമീറ്ററിൽ ചെറിയൊരു ഗ്രാഫ് ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യ 2-1 പരമ്പരയിൽ മുന്നിലായിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.